എൻ്റെ പേര് അഞ്ജലി, തൃശ്ശൂരാണ് വീട്. ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. 2022 സെപ്റ്റംബറിൽ ആണ് ഞാൻ ഒരു കോഴ്സ് എടുത്തിട്ട് UK പോണത്. എടുത്ത കോഴ്സ് എന്ന് പറയുന്നത് MSc ബയോമെഡിക്കൽ സയൻസ് ആയിരുന്നു. ആ സമയത്ത് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഞാൻ UK പോണത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. എല്ലാത്തിലും നല്ല മാർക്കോട് കൂടിയിട്ട് തന്നെയാണ് അതുവരെ പാസ്സായിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഞാൻ തൃശ്ശൂർ സെൻറ്റ് മേരീസ് കോളേജിലാണ് MSc ചെയ്തത്. MScക്കും A+ ഗ്രേഡോട് കൂടിയിട്ട് തന്നെയാണ് പാസ്സായത്. അതുകൊണ്ട് നല്ലൊരു ഓവർ കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ MSc ചെയ്യാനായിട്ട് UK പോണത്. അവിടെ എത്തിയതിന് ശേഷം ആദ്യത്തെ സെമിസ്റ്റർ എക്സാം കഴിഞ്ഞു, എല്ലാത്തിലും പാസ്സായി. സെക്കൻഡ് സെമിസ്റ്റർ എക്സാം കഴിഞ്ഞപ്പോൾ ക്ലാസ്സിൽ 72 പിള്ളേരാണ്. ആ സമയത്ത് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ക്ലാസ്സിലുണ്ടായിരുന്നത് 72 സ്റ്റുഡൻസ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഒരു 80% സ്റ്റുഡൻസ് ഞാനടക്കം ഫെയിലായി. 2 തിയറി എക്സാം ഉണ്ടായിരുന്നു, 2 തിയറി എക്സാമിലും ഞാൻ ഫെയിലായി. ആ സമയത്ത് എൻ്റെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ അമ്മയാണ് എൻ്റെ അടുത്ത് പറയണത്, അഞ്ചോ ഒന്ന് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ അമ്മയുടെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി അമ്മ, ഞാൻ പറയാം. അങ്ങനെയാണ് എൻ്റെ അമ്മ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. അമ്മയും അപ്പച്ചനും കൂടെ വന്നു. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, അഞ്ചോ പ്രാർത്ഥിക്കുക മാത്രമല്ല ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എല്ലാ കാര്യം ശരിയാവും, പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവ് എല്ലാം നടത്തി തരും. അങ്ങനെ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും 2 റിസൾട്ട് എനിക്ക് വന്നു. 2 റിസൾട്ട് വന്നത് 2 ഓൺലൈൻ അസസ്മെൻറ്റിൻ്റെ റിസൾട്ടായിരുന്നു. 2 എക്സാമിലും ഞാൻ വീണ്ടും ഫെയിലായി. മൊത്തത്തിൽ 4 എക്സാമിൽ ഞാൻ സെക്കൻഡ് സെമിസ്റ്ററിൽ ഫെയിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ഇത്. കാരണം മുന്നേ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഫുള്ള് ഡെസ്പായിട്ടിരിക്കുന്ന സമയമായിരുന്നു. കാരണം ഞാൻ എൻ്റെ മുന്നത്തെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് വെച്ചാൽ നോക്കിയിട്ട് ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യും, എന്തിനാണ് ഞാൻ അങ്ങോട്ട് കയറി വന്നത്, എന്നെക്കൊണ്ട് കാരണം എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്, ഗോൾഡ് ലോൺ ഉണ്ട്, ഇതൊക്കെ ഞാൻ എങ്ങനെ അടച്ചു തീർക്കും കോഴ്സ് ഫെയിലായി കഴിഞ്ഞാൽ. അത് മാത്രമല്ല, ഈ എക്സാംസിലൊക്കെ പാസ്സായാലാണ് അവർ 3rd സെമിസ്റ്റർ നമ്മൾ എഴുതിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും, 2 വർഷത്തെ വിസ കിട്ടില്ല. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഇതേപോലെ തന്നെ എന്നെപ്പോലെ വിഷമിക്കുന്ന പിള്ളേരായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു, വിഷമിക്കണ്ട, ഉടമ്പടി എടുത്തിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ കാര്യം ശരിയാവും. അങ്ങനെ ഞാൻ വീണ്ടും റീടെസ്റ്റ് എഴുതി, 2 തിയറി പേപ്പറും എഴുതി, 2 ഓൺലൈൻ അസസ്മെൻറ്റും സബ്മിറ്റ് ചെയ്തു. 80ാമത്തെ ദിവസമാണ് എൻ്റെ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വരുമ്പോൾ ഞാൻ പേടിച്ചിട്ട് എൻ്റെ റിസൾട്ട് പോലും ഞാനല്ല നോക്കിയത്, എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടാണ് നോക്കിച്ചത്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അത്ഭുതം എന്ന് പറയാട്ടെ, ഞാൻ 4 എക്സാമിലും പാസ്സായി. എൻ്റെ കൂടെ എക്സാം എഴുതിയിട്ടുള്ള ബാക്കി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഫെയിലായി. ഞാൻ മാത്രമാണ് തിയറി എക്സാമിൽ പാസ്സായത്. അന്ന് 72 പിള്ളേരുണ്ടായിരുന്നു. 72 പിള്ളേരിൽ 22 പിള്ളേർ മാത്രമാണ് MScയോട് കൂടിയിട്ട് ആ കോഴ്സ് പാസ്സായത്. ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും 50ഓളം സ്റ്റുഡൻസ്, ബാക്കിയുള്ള എല്ലാവർക്കും PSW, അതായത് അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന 2 വർഷത്തെ വിസ കിട്ടിയിട്ടില്ല, നാട്ടിലേക്ക് മടങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു എല്ലാവർക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറയുന്നത് എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. പിന്നെ ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. ഇത് ഉടമ്പടി എടുത്തത് കൊണ്ടും, കാരണം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ അടുത്ത് അമ്മ പറയും, അഞ്ചോ നീ എക്സാം എഴുതിക്കോ, കാരണം മാതാവാണ് നിൻ്റെ എക്സാം എഴുതണത്. ആ 3 മണിക്കൂറും അമ്മ പ്രാർത്ഥിക്കും, മുട്ടുത്തിട്ട പ്രാർത്ഥിക്കാറ്. 3 മണിക്കൂർ മുട്ടുത്തി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ലാന്ന് എനിക്കറിയാം. കാരണം അമ്മ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്, എല്ലാ പ്രാർത്ഥനകളും മുടങ്ങാണ്ട് ചൊല്ലാറുണ്ട്. അതിൻ്റെ അനുഗ്രഹഫലമായിട്ടാണ് ഞാൻ അന്ന് എക്സാം പാസ്സായത്. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ എല്ലാവർക്കും അറിയണ പോലെ എന്തെങ്കിലും ഒരു അസുഖം അവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് പോയി ഡോക്ടറെ കണ്ട് അതിനെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് എന്ത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, വേദന സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ അമ്മേൻ്റെ അടുത്താണ് പറയാറ്. ഒരു വട്ടം എനിക്ക് ഭയങ്കരമായിട്ടുള്ള വയറുവേദന ഉണ്ടായിരുന്നു. ഈ ഒരു സൈഡിലായിരുന്നു എനിക്ക് വേദന ഉണ്ടായിരുന്നത്. ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഫുള്ളായിട്ട് വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കാണാനായിട്ട്. ഡോക്ടർമാർ പരിശോധിച്ചു, എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് വെള്ളം കുടിച്ചോളാൻ മാത്രം പറഞ്ഞത്. കാരണം വേറെ ഒന്നും അവർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടും എനിക്ക് നല്ല വേദനയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു, അഞ്ചോ ഞാൻ തൈലം പരട്ടിയിട്ട് എൻ്റെ മേത്ത്, അതായത് അമ്മയുടെ മേത്ത് തൈലം പരട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനി അതൊന്നും എനിക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നീട് എനിക്ക് ആ വേദന വന്നിട്ടില്ല. അതുപോലെ എനിക്ക് എന്ത് ഉണ്ടാവുകയാണെങ്കിലും ഞാൻ അമ്മയുടെ അടുത്ത് പറയാറ്. ഞാനും പ്രാർത്ഥിക്കാറുണ്ട്, അമ്മയും പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എപ്പോഴും അനുഗ്രഹങ്ങൾ മാത്രമാണ് മാതാവിന് ലഭിച്ചേക്കണേ. പിന്നെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, അമ്മയ്ക്ക് 35 വർഷമായിട്ടുണ്ടായിരുന്ന ശ്വാസം മുട്ടാണ്. 15 വർഷം അമ്മ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഹേലർ യൂസ് ചെയ്തിരുന്ന ഒരാളാണ്.
പള്ളി എന്ന് പറയുന്നത്, ഇടവകപ്പള്ളി എന്ന് പറയുന്നത് വീടിൻ്റെ അടുത്താണ്, 10 മിനിറ്റ് കഷ്ടമുള്ളൂ നടക്കാൻ. പക്ഷെ എന്നാൽ പോലും അമ്മയ്ക്ക് നടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പേക്കും കിതയ്ക്കും, വയ്യാണ്ടാവും, ശ്വാസം മുട്ടൽ വരുമെന്ന് പറയും. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഇരുന്നിട്ട് ഇൻഹേലർ യൂസ് ചെയ്യുന്ന ഒരു അമ്മയായിരുന്നു അത്. അമ്മ അന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അമ്മയുടെ ഈ ഒരു ആവശ്യം അമ്മ പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം മുതൽ അമ്മ ഇൻഹേലർ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ 2 വർഷമായി അമ്മ ഇൻഹേലർ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതും അമ്മയ്ക്ക്, ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഡയാലിസിസ് രോഗിക്ക് എല്ലാ മാസവും പൈസ കൊടുക്കാറുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോംസിൽ പോയിട്ട് അവിടെ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് മാത്രമല്ല, പിന്നെ വീട്ടിൽ അപ്പച്ചനും അമ്മയും കൂടെ കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൻ്റെ സൈഡിലും അവിടേക്ക് ഇരിക്കുന്ന പാവപ്പെട്ട ഭക്ഷണം കിട്ടാത്ത ആൾക്കാർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാറുണ്ട്. പ്രഭാഷകൻ 2:6 കർത്താവിൽ ആശ്രയിക്കുക, അവിടെ നിന്ന് എന്നെ സഹായിക്കും. അഞ്ജു നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ കഴിവുകളുണ്ടായിട്ടും വിജയിക്കുവാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് പിന്നെ അമ്മ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തത്. അഞ്ജും അതേപോലെ തന്നെ അമ്മയോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കഴിവുകൊണ്ട് വിജയിക്കുവാൻ സാധിക്കാത്തത് കർത്താവിൻ്റെ കൃപ കൊണ്ട് വിജയിക്കുകയാണ്. അതോടൊപ്പം തന്നെ 35 വർഷമായിട്ടുള്ള അസുഖം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ നിമിഷം മാറിപ്പോവുകയാണ്. ഇത് കർത്താവിൻ്റെ സഹായമാണ്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.